ഇപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വയ്ക്കുക. അതായത് ഇപ്പോൾ ഹനാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ല, പ്രതികരണം തുടങ്ങിയിട്ടില്ല. അഖിൽമാരാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രതികരണം നടത്തുന്നുള്ളൂ. ഇപ്പോൾ അഖിൽമാരാറിനോട് ഇപ്പോൾ നേരിട്ട് ചോദിക്കണം എന്താണ് തോന്നുന്നത്, എന്താണ് ചോദിക്കാൻ തോന്നുന്നത്? ചോദിക്കാൻ തോന്നുന്ന മാരാറെന്ന് പറഞ്ഞ ആൾക്ക് നട്ടല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഇനി മുതൽ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ സ്ത്രീകൾ നേരിട്ടു, സ്ത്രീകളുടെ പേര് ചാനലുകാരൻ ഉന്നതം പ്രതികരിച്ചു, അല്ല അതല്ല വേണ്ടത്, ഉന്നതന്റെ പേര് ഇതില്ലാതെ മുന്നിൽ വരാൻ നിൽക്കരുത്. ഇതിൽ നട്ടല് വെള്ളാക്കിയിട്ട് എന്നിട്ട് ചോദിക്കുമ്പോ ബബ്ബ എനിക്ക് ആ പേരുകൾ പറയാൻ പറ്റില്ല, അത് പ്രൈവസി കൺസേൺ ആണ്. അങ്ങനെ പ്രൈവസി കൺസേണിന് എന്താ പറയാ, അതിന് അക്സെപ്റ്റൻസും പിന്നെ ഈ പ്രൈവസി കൺസേൺ എന്ന് പറഞ്ഞ കാര്യത്തിന് അയാൾ വാല്യൂ കൊടുക്കാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഈ കാര്യത്തിന് പറയാൻ നിൽക്കരുത്, അതിന് വാല്യൂ എന്നല്ല പറയാ, ഭയം എന്നാ പറയാ. ആ പ്രൈവസി പുറത്തേക്ക് വിടുന്നതുകൊണ്ട് തനിക്ക് ഭയം ഉള്ളതുകൊണ്ടല്ലേ താനത് പറയാത്തെ. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ എന്തെങ്കിലും അതിന് ലോജിക്കലി ഉള്ള കാര്യം തെളിയിച്ചുകൊണ്ട് പറയാൻ നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നിൽക്കരുത്. അപ്പൊ അഖിൽമാരൻ എന്ന് പറയുന്നൊരു കള്ളൻ എന്ന് നമുക്ക് പറയാം. കാരണം ഒരുപാട് നുണകൾ കൊണ്ടൊരു കൊട്ടാരം, ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിയ ഒരാളുടെ വാക്കുകൾ പൊളിക്കാനാണ് നമ്മൾ ഇത്ര നേരം ശ്രമിച്ചത്. അതിനോട് നമ്മുടെ ഒപ്പം നിന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന, ഇല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വലിയ ഉയരങ്ങളിലെത്തിയ ഒരു സ്ത്രീ തന്നെയാണ് നമ്മളോടൊപ്പം ഉണ്ടായത്. അനാൻ നമ്മളോടൊപ്പം കൂടി നന്ദി. നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം.